ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 4 താരങ്ങളെയാണ് ബാഴ്സലോണ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നിലവിൽ വിൽക്കാൻ വെച്ചിട്ടുള്ളത്. 2 താരങ്ങളെ ഉറപ്പായിട്ടും വിൽക്കുമെന്നാണ് പറയപ്പെടുന്നത്. മറ്റ് 2 താരങ്ങളെ നല്ല ഓഫർ ലഭിച്ചാൽ കൊടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ആ പ്ലേയേഴ്സ്, എന്തിനാണ് ബാഴ്സലോണ വിൽക്കുന്നത്, ബാഴ്സയുടെ തീരുമാനം ശരിയാണോ എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു ബാഴ്സലോണ ഫാൻ ആണെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ ബാഴ്സയുടെ കണ്ടന്റ് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ചാനലാണ്, 630 സബ്സ്ക്രൈബ് എന്തോ ഉള്ളൂ, പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ 4 പ്ലേയേഴ്സ്, എന്തിനാണ് ബാഴ്സ ഈ 4 പ്ലേയേഴ്സിന് വിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാഴ്സയെ സംബന്ധിച്ച് അതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ റീസൺ, വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാഴ്സയെ സംബന്ധിച്ച്. ബാഴ്സ നിലനിൽപ്പിന് വേണ്ടി കുറേയേറെ മാറ്റങ്ങൾ ടീമിൽ വരുത്തുന്നുണ്ട്. ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് അറിയാലോ, സെൻട്രൽ ഫോർവേഡ് പൊസിഷനിലേക്ക് പ്ലേയേഴ്സ് വേണം, പിന്നെ സെൻട്രൽ ബാക്ക് പൊസിഷനിലേക്ക് പ്ലേയേഴ്സ് വേണം. അപ്പോൾ ഈ ഒരു പൊസിഷനിലൊക്കെ ബാഴ്സ നോക്കി വെച്ചിരുന്ന പ്ലേയേഴ്സിന് നല്ല രീതിയിൽ പൈസ ഇറങ്ങണം. അപ്പോൾ ആ ഒരു പൈസ ഈ ഒരു താരങ്ങളെ കൊടുക്കുന്നതിലൂടെ ബാഴ്സയ്ക്ക് കുറച്ച് കണ്ടെത്താൻ പറ്റും എന്നതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തേത് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ. ബാഴ്സയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാം. മെസ്സി പോയ സമയത്തേക്കാൾ ഇപ്പോൾ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഡേ ബൈ ഡേ, ഓരോ ദിവസം കഴിയുന്തോറും ആ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ മികച്ച രീതിയിൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോ, വരുന്ന സീസണോടുകൂടി ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും ബാഴ്സയെ വിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ റീസൺ, കഴിഞ്ഞ സീസണേക്കാൾ അതിന് ഇരട്ടിയാണ് ഈ സീസണിലെ ബാഴ്സയുടെ വരുമാനം എന്ന് പറയുന്നത്. ആ രീതിയിൽ വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ട് ക്യാമ്പ് നൗ സ്റ്റേഡിയം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 1,05,000-ഓളം ആളുകളെ ഇരുത്താൻ പറ്റും. ടിക്കറ്റ് വിൽപ്പന ഇപ്പോൾ നടക്കുന്നതിന്റെ ഡബിൾ ആയിട്ട് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 64,000 എന്തോ ആളുകൾ മാത്രമാണ് ഇരിക്കുന്നത്, എന്നിട്ട് പോലും ആ സ്റ്റേഡിയം ഫുള്ളാകാറുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ 1,00,000-ന് മുകളിൽ ആൾക്കാരെ ഇരുത്താനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് എത്തുമ്പോൾ കൂടുതലായിട്ടുള്ള വരുമാനം ബാഴ്സയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന സീസണുകളാകുമ്പോൾ ബാഴ്സയുടെ ഈ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആണ് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ കാരണം ബാഴ്സയ്ക്ക് പ്ലേയേഴ്സിനെ രജിസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ടീമിലുള്ള പ്ലേയേഴ്സിനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിലേക്ക് ബാഴ്സയ്ക്ക് മറ്റ് പ്ലേയേഴ്സിനെ രജിസ്റ്റർ ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് നോക്കാം ആരാണ് ആ 4 താരങ്ങൾ. ആദ്യത്തെ താരം എന്ന് പറയുന്നത് ബാഴ്സലോണയുടെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ജുവൽ സ്കൂണ്ടയാണ്. ഫ്രഞ്ച് താരം, ബാഴ്സയ്ക്ക് വേണ്ടി സ്ഥിരമായിട്ട് കളിക്കുന്നു. ഇപ്പൊ എഞ്ചുറി ആയിരുന്നു. ഇപ്പൊ അവസാനമായിട്ട് നടന്നിട്ടുള്ള അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള ആ ഒരു ലാലിഗ മാച്ചിൽ ആൾ കളിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് സബ്ബായിട്ട് ഇറങ്ങി, അത്യാവശ്യം കുഴപ്പമില്ല കളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജുവൽ സ്കൂണ്ടയാണ് മറ്റൊരു താരം. ഈ സീസണിൽ 41ഓളം മാച്ച് ബാഴ്സയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ളതാണ്. ഹാൻസി ഫ്ലിക്കിന്റെ സിസ്റ്റത്തിൽ സ്ഥിരമായിട്ട് റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്ന പ്ലെയറാണ്. പക്ഷെ എന്തുകൊണ്ട് വിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാഴ്സയെ സംബന്ധിച്ച് ഈ ഒരു ഞാൻ പറഞ്ഞ 3 റീസൺ ഉണ്ട്. വരുന്ന സമ്മറിൽ മികച്ച താരങ്ങൾ എത്തിക്കണം. അപ്പോൾ ഈ ഒരു പ്ലെയറിന് കൂടുതൽ വില കിട്ടാനുള്ള സാധ്യതയുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി അടക്കം താരത്തിന്റെ പുറകെ ഉണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ സംസാരിച്ചതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ആളെ വിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 27 വയസ്സെന്താണ് ഉള്ളത്. ആൾ വളരെ മികച്ചൊരു പ്ലെയറാണ്. ആളെ ഒരു നല്ല ഓഫർ കിട്ടിയാൽ കൊടുക്കും എന്നതാണ് ബാഴ്സയുടെ ഒരു സ്റ്റാൻഡ് കേട്ടോ. നല്ല ഓഫർ കിട്ടിയാലും കൊടുക്കണ്ട എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷേ എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ കാരണം ബാഴ്സ കൊടുത്താലും നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നതാണ്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ കൊടുക്കരുത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മണ്ടത്തരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്തേക്കാം. അടുത്ത പ്ലെയർ എന്ന് പറയുന്നത് റൈറ്റ് ബാക്ക് അല്ല, ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ്. ലെഫ്റ്റ് ബാക്കിൽ കളിക്കുന്ന ബാഴ്സലോണയുടെ അക്കാഡമി പ്രോഡക്റ്റ് ആയിട്ടുള്ള അലജാൻഡ്രോ ബാൽഡെ. ആള് ഇപ്പൊ 22-23 വയസ്സോ എന്തോ ഉള്ളൂ, യങ്സ്റ്റർ ആണ്. ആളുടെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് ആൾ എത്തിയിട്ടില്ല എന്നത് ഉറപ്പാണ്. ആളെ സംബന്ധിച്ച് ആൾ വലിയ ടാലന്റ് ഉള്ള പ്ലെയറാണ്. കൂടുതൽ മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല. അതുമാത്രമല്ല അറ്റാക്കിങ്ങിലും ഡിഫൻസിലും യൂസ് ചെയ്യാൻ പറ്റും. നല്ല സ്പീഡി ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ ബാഴ്സയുടെ ഫ്യൂച്ചറിൽ ആള് വേണം. നിങ്ങൾ ജുവൽ സ്കൂണ്ടേ കൊടുത്താലും കുഴപ്പമില്ല, ബാൽഡെ കൊടുക്കരുത് എന്നതാണ് എൻ്റെ ഒപ്പീനിയൻ. ഒരു പക്ഷേ നിങ്ങൾക്ക് തിരിച്ചായിരിക്കും നിങ്ങളുടെ ഒപ്പീനിയൻ. കാരണം ജുവൽ സ്കൂണ്ടേ അദ്ദേഹത്തിന്റെ പീക്ക് ടൈമിലാണ് നിൽക്കുന്നത്, 27 വയസ്സായി. പക്ഷേ ബാൽഡെ അങ്ങനെയല്ല. ബാൽഡെ യങ്സ്റ്റർ ആണ്. ബാൽഡയുടെ പീക്ക് ഇനി തന്നെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇനിയായിരിക്കും ഒരു 25-26 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ബാൽഡെ ആ ഒരു പീക്ക് പെർഫോമൻസ് നടത്തുക. അതുകൊണ്ട് തന്നെ ബാൽഡെ ഒരിക്കലും വിൽക്കരുത് എന്നതാണ് എൻ്റെ ഒപ്പീനിയൻ. ഈ 2 പ്ലേയേഴ്സും ബാഴ്സ നല്ല ഓഫർ കിട്ടിയാൽ കൊടുക്കും എന്ന സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഇനി പറയുന്ന 2 പ്ലേയേഴ്സ്, ഒന്നാമത്തെ താരം ബാഴ്സലോണയുടെ സെന്റർ ഫോർവേഡ് പൊസിഷനിൽ കളിക്കുന്ന ഫെറാൻ ടോറസ് ആണ്. ഷാർക്ക് എന്നൊക്കെ പറയുന്ന ഫെറാൻ ടോറസ്. ആളെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ സീസൺ വളരെ മോശമാണ്. എത്ര ബിഗ് ചാൻസ് ആണ് മിസ് ചെയ്തിട്ടുള്ളത്. എത്ര ബിഗ് ചാൻസ് ആണ് മിസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫെറാൻ ടോറസിനെ വിറ്റാലും കുഴപ്പമില്ല എന്നൊരു മൈൻഡ് സെറ്റാണ് എനിക്കുള്ളത്. ശരിയാണ്, ബാഴ്സയെ സംബന്ധിച്ച് ആകെ 2 സെൻട്രൽ ഫോർവേഡാണുള്ളത്. ഒരാൾ
റോബർട്ട് ലെവൻഡോസ്കിയാണ്, ആൾക്ക് ഏജ്, എന്നാൽ പോലും കിട്ടുന്ന അവസരങ്ങളിൽ നന്നായിട്ട് ആള് കളിക്കുന്നുണ്ട്. വലിയ ടീമുകൾക്കെതിരെല്ലാം ആള് ഗോൾ അടിക്കുന്നുണ്ട്, റയലിനെതിരെ. അതുപോലെ തന്നെ ഇപ്പൊ അവസാനം നടന്ന അത്ലറ്റിക്കോ മാഡ്രിഡ് മാച്ചിൽ. അപ്പോൾ താരത്തെ സംബന്ധിച്ച് ഒരു സെന്റർ ഫോർവേഡ് ആണ്, എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ആളുടെ പൊട്ടൻഷ്യലൊക്കെ ഇപ്പോഴും ആള് ഈ 37-ാം വയസ്സിൽ ആൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു സീസൺ കൂടെ നിങ്ങൾ നിലനിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. അതായത് റോബർട്ട് ലെവൻഡോസ്കി ഒരു സീസൺ കൂടി നിലനിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഫെറാൻ ടോറസിനെ വിൽക്കുവോ വിൽക്കാതിരിക്കോ എന്തുവാണെങ്കിൽ ചെയ്യാം. കാരണം എനിക്ക് ആളെ നിലനിർത്തണം എന്നൊരു ഒപ്പീനിയൻ എനിക്കില്ല. സ്ക്വാഡ് സ്ട്രെങ്ത് വെച്ച് നോക്കുമ്പോൾ ആളെ നിലനിർത്തണം എന്ന് പറയുന്നതാണ് ഈ പറയാം. പക്ഷേ ആളുടെ പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ സീസണൊക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ സീസണിൽ ഒരു മെയിൻ പ്ലെയർ ആയിട്ട് ആളെ ഉപയോഗിച്ചിട്ടേ ഇല്ല. സബ്ബായിട്ടായിരുന്നു കൂടുതൽ മാച്ചസ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ സീസണിൽ ആളൊരു മെയിൻ പ്ലെയർ ആയിട്ട് കളിപ്പിച്ചു. എന്നിട്ട് ആളുടെ പെർഫോമൻസ്, ആൾ കുറെ ഗോളൊക്കെ നേടിയിട്ടുണ്ട്, 10-15 ഗോളൊന്നും അടിച്ചിട്ടൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എന്നാൽ പോലും ചില മാച്ചിലൊക്കെ ആൾ മിസ്സാക്കുന്ന അവസരങ്ങൾ അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആണ് എന്ന് തന്നെ എനിക്ക് പറയണം. ബാഴ്സയ്ക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ. നിങ്ങൾ സ്പെയിൻ്റെ മാച്ചസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം, ആ ഒരു മാച്ചിൽ ഒരു ബാക്ക് ഹീൽ കൊടുത്ത് ഒരു ഗോള് കിട്ടില്ലെന്ന്, ഒരു ഗോള് ഒരു ബാക്ക് ഹീൽ പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫെറാൻ. ആ മാച്ചിൽ കീപ്പറിന്റെ ഫ്രണ്ടിൽ ഒരു അവസരം കിട്ടുവാണ്. ആദ്യം അടിക്കുന്നു, നേരെ കീപ്പറിൽ പോകുന്നു, റിട്ടേൺ വരുന്നു, ആ ബോളിങ് സ്ട്രെയിറ്റ് ആയിട്ട് കീപ്പറിലേക്ക് അടിക്കുകയാണ്. അത് ഒരു സെന്റർ ഫോർവേഡ് ആണ്, അവിടെ ഒരു സെൻസിബിൾ ആയിട്ട് ആ ഒരു കാര്യം എടുക്കണം. ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണ്. ഞാൻ അതിനു മുമ്പ് ഇറ്റലിയുടെ മാച്ച് കണ്ട സമയത്ത് മോയിസ് കീൻ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ആ ഒരു സെന്റർ ഫോർവേഡ്, അവിടെ അതേ സെയിം സിറ്റുവേഷൻ ആണ് ആ പ്ലെയർ ഉണ്ടായിരുന്നത്. പക്ഷെ ഫസ്റ്റ് ടൈം തന്നെ അത് ഗോളാക്കി. ആള് ബ്രില്യൻ്റ് ആയിട്ട് ആ ഒരു ഡിഫൻഡറിനെ ഫേക്ക് ചെയ്തു, കീപ്പറിനെയും ബീറ്റനാക്കിയിട്ട് വലയിലേക്ക് എത്തിച്ചു. നമ്മൾ അതുപോലത്തെ ഒരു പെർഫോമൻസ് ആണ് ഫെറാന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഫെറാൻ പക്ഷേ വളരെ മോശം പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫെറാൻ അതുകൊണ്ട് തന്നെ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്തേക്കാം. 4ാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് മാർക്ക് എസോഡയാണ്. മാർക്ക് എസോഡോ അറിയാലോ, ബാഴ്സലോണയുടെ അക്കാഡമി പ്രോഡക്റ്റ് ആണ് ആളെ സംബന്ധിച്ച് ആളുടെ ഒരു പീക്ക് പെർഫോമൻസ് ഞാൻ കണ്ടത് കഴിഞ്ഞ സീസണിലെ എൽ ക്ലാസിക്കോയിലാണ്, ഫസ്റ്റത്തെ എൽ ക്ലാസിക്കോ. ആ ഒരു എൽ ക്ലാസിക്കോയിൽ ആള് കളിച്ച കളി വേറെ ലെവലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ മാച്ചിൽ ആള് മിഡ്ഫീൽഡിൽ പെഡ്രിക്കൊപ്പം അങ്ങ് താണ്ഡവമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ റയൽ മാഡ്രിഡിന് മിഡ്ഫീൽഡിൽ ഒരു രീതിയിൽ ആധിപത്യം പുലർത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ആളുടെ പെർഫോമൻസ് താഴേക്ക് പോയി. പിന്നെ നമുക്കറിയാലോ, ഫ്രാങ്കി ഡിജോങ് തിരിച്ചു വന്നു. പിന്നെ ഇപ്പൊ മാർക്ക് ബെർണാഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാർക്ക് എസോഡയോ വിറ്റാലും വലിയ പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആള് കുറച്ച് ലോയൽ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. അതാണ് ഒരു ചെറിയൊരു മടി തോന്നാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ജനുവരിയിൽ ഒരു പ്ലെയർ ബാഴ്സയിൽ നിന്നിട്ട്, ബാഴ്സയുടെ അക്കാഡമി പ്ലെയർ ബാഴ്സയിൽ നിന്ന് നേരെ PSG പോയിട്ടുണ്ടായിരുന്നു. കൂടുതൽ അവസരം ബാഴ്സയിൽ ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് ആൾ PSG പോയിട്ടുള്ളത്. അവിടെ ഇപ്പോൾ കൂടുതൽ അവസരമൊന്നുമില്ല. 18 വയസ്സിൽ ഒരു പ്ലെയറിന് കിട്ടുന്ന അവസരം ഉണ്ടല്ലോ, ആ അവസരം ആ പ്ലെയറിന് കിട്ടിയിട്ടുണ്ട് എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അദ്ദേഹത്തിന്റെ ഏജ് വെച്ചിട്ട് ആ ഒരു ഏജിൽ കിട്ടുന്ന അവസരം അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചില പ്ലെയേഴ്സ് മാത്രമാണ് കൂടുതൽ അവസരങ്ങൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ കിട്ടാറ്. അത് നോർമലാണ്, നമുക്കറിയാം. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ പൗ കുബാർസി എക്സ്ട്രീം പെർഫോമൻസ് നടത്തി കഴിഞ്ഞാൽ ആ ഒരു ഏജിൽ ഇതുപോലെ സ്ഥിരമായിട്ടുള്ള ഒരു അവസരം കിട്ടത്തുള്ളൂ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ പ്ലെയർ ഇപ്പോഴും ബാഴ്സയിൽ തുടരുന്നു, ബാഴ്സയിൽ ലോയൽ ആയിട്ടിരിക്കുന്ന ഒരു പ്ലെയർ ആണ്. അതുകൊണ്ട് തന്നെ ബാഴ്സ ആ ഒരു പ്ലെയറിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ഒരു നല്ല തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ലോയൽ ആയിട്ടുള്ള പ്ലെയറിനെ നമുക്ക് മിസ്സാകും. ആ ഒരു കാരണം വേണമെങ്കിൽ താരത്തെ നിലനിർത്താം. അല്ലാത്ത പക്ഷം താരത്തിന്റെ പെർഫോമൻസ് ഒക്കെ ആവറേജ് ആയിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ആവുന്നത്. പക്ഷെ ആൾക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. ഫ്യൂച്ചറിൽ ഒരു പക്ഷേ നന്നായിട്ട് ആൾ കളിച്ചേക്കാം. പക്ഷെ അതൊക്കെ ഫ്യൂച്ചർ ആണല്ലോ, നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിലവിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആളുടെ പെർഫോമൻസ് അത്ര മികച്ചതൊന്നും അല്ല. പിന്നെ ആൾക്ക് കൂടുതൽ അവസരവും ബാഴ്സയിൽ ലഭിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ 2 പ്ലേയേഴ്സും, അതായത് ഫെറാൻ ടോറസിനെയും മാർക്ക് എസോഡേനെയാണ് ബാഴ്സലോണ വിൽക്കാൻ വെച്ചിട്ടുള്ളത്. ഡെക്കോ ഓൾമോസ്റ്റ് ഈ 2 താരങ്ങളെ വിൽക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ, ഈ 4 പ്ലേയേഴ്സിനെ വിൽക്കുന്നത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നതാണ് എനിക്ക് അറിയേണ്ടത്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാഴ്സയുടെ കഴിഞ്ഞ മാച്ചിലൊക്കെ റൈറ്റ് ബാക്ക് ആയിട്ട് കളിച്ചിട്ടുള്ള ഒരാളുണ്ട്. സെൻട്രൽ ബാക്കാണ് ആളെ എന്തിനാ ഈ ലിസ്റ്റ് വെക്കാത്തത്? നിങ്ങൾ ആളെ വിൽക്കാനുള്ള ഉദ്ദേശം ഇല്ലേ? മോശം പ്ലെയർ ആണെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. ആള് വന്ന സമയത്തൊക്കെ നന്നായിട്ട് കളിച്ചിട്ട്, ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം, റൊണാൾഡോ അറോജോ. ആളുടെ പേരൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല കേട്ടോ വലിയ രീതിയിൽ. ചില മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും ഒരു സോളിഡ് ആയിട്ട് ആളെ വിൽക്കും എന്ന രീതിയിൽ പറയുന്നില്ല. അതിനുള്ള കാരണം എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിൽ അത് കമന്റ് ചെയ്യുക. ഇനി വേറെ ഏതെങ്കിലും പ്ലെയറിനെ ബാഴ്സ വിറ്റാ കൊള്ളാം
എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.